കിണർ ഒരുപാട് പൊക്കമാണ്. അതല്ലെങ്കിൽ ഇതേപോലെ ഒന്നും ഇറങ്ങി വരാൻ പറ്റില്ല. 2 വയസ്സായ അത് മാത്രമല്ല, കുട്ടി ഉറങ്ങി കിടക്കുന്ന കുട്ടിക്ക് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റില്ല. കാരണം ഇത് നല്ല ഈ ഒരു 4 സ്റ്റെപ്പ് ഉണ്ട്. 4 സ്റ്റെപ്പ് നല്ല കയറാൻ പറ്റില്ല, ഒരിക്കലും കയറാൻ പറ്റില്ല. ഇതേപോലെ സ്റ്റെപ്പ് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ സ്റ്റെപ്പ് ഇനിയും ഉണ്ട്. ഒറ്റ സ്റ്റെപ്പ് എല്ലാം ഇറങ്ങി വരാൻ കുട്ടില്ല. പറ്റില്ല. അതെ ഉറപ്പാണ്, പറ്റൂല. ഒരു പ്രാഥമികമായി അങ്ങനെ അതുകൊണ്ടാണ് സംശയം. അതെ, അതുകൊണ്ടാണ് നമുക്ക് സംശയം വരുന്നത്. എങ്ങനെയാണ് സംഭവിച്ചത് അത് പോലീസ് കണ്ടുപിടിക്കട്ടെ. പോലീസ് വന്നതിന് ശേഷമാണോ ഈ ഫയർഫോഴ്സും ഇത്തരമൊരു അത് നെയ്യാറ്റിൻകര DSP വന്നതിന് ശേഷമാണ് ഇതിന്റെ അന്വേഷണം ത്വരിതപ്പെട്ടത്. പോലീസിനെ വിളിച്ചത്, ഫയർഫോഴ്സിനെ വിളിച്ചത്. ഈ പ്രദേശത്തുള്ള കംപ്ലീറ്റ് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ഇൻഫർമേഷൻ കൊടുക്കുന്നത് കേട്ടുന്ന ഒരാളാണ് ഞാൻ. മികച്ച ഇടപെടല്. കിണറ്റിൽ പോയാൽ ഒരിക്കലും ഉണ്ടായിരുന്നു. കാരണം സംരക്ഷണ ഭിത്തി എന്തായാലും കുട്ടിയുടെ ഹൈറ്റ് അനുസരിച്ച് വളരെ കൂടുതൽ അല്ല, അത് അദ്ദേഹത്തിന്റെ സെൻസാണ്. അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഉമേഷ് ബാലകൃഷ്ണനാണ് ഇപ്പോൾ ബാലരാമപുരത്ത് നിന്ന് തത്സമയം ചേർന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ എത്തും. 24 റൗണ്ട് പൂർത്തിയാവുകയാണ്. മോർണിംഗ് ഷോയിൽ SKN ചേരുവിനി. നമസ്കാരം. താങ്ക് യു ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ. സത്യം പറഞ്ഞാൽ ഞാൻ ഡോക്ടർ ഉന്മേഷ് ശിവരാമനിലേക്ക് ഈ വാർത്തയുടെ ആയുധം കൈമാറുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യം കുട്ടിയെ കാണാനില്ല എന്നുള്ളതാണ്. ഇപ്പം അല്പസമയത്തിനകം തന്നെ ആ വാർത്ത, ദുഃഖിപ്പിക്കുന്ന ആ വാർത്ത വന്നു. ബാലരാമപുരത്തെ കിണറ്റിലാണ് ഈ 2 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നുള്ളതാണ്. പോലീസ് ഒരാളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു വരുന്നത്. എന്നാലും ആ പ്രിയപ്പെട്ട ദേവേന്ദു എന്ന മകൾ മരിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകളാണ് ഈ ദേവേന്ദു. ഉമേഷ് ബാലകൃഷ്ണൻ വീണ്ടും ചേരുകയാണ്. നമുക്ക് ഇതിൽ വേറെ എന്തെങ്കിലും ദുരൂഹതകൾ ഈ മരണത്തിലുണ്ടോ എന്നുള്ളത് വീണ്ടും അന്വേഷിക്കണം. കുടുംബത്തിന്റെ പരാതിയിൽ അവ്യക്തതയുണ്ടെന്ന് കോളം MLA M വിൻസെന്റ് 24 പറഞ്ഞു അല്പം മുമ്പ്. എന്തായാലും ഇതിൽ എന്തോ ഒരു ദുരൂഹത കാണുന്നുണ്ട്. അമ്മ ആദ്യം പോലീസിനോട് പറഞ്ഞത് കുട്ടി തന്നോടൊപ്പം ഉറങ്ങാൻ കിടന്നു എന്നാണ്. പിന്നീട് സഹോദരനൊപ്പം കിടന്നുവെന്ന് തിരുത്തി. കുട്ടിയെ കൊലപ്പെടുത്തിയതാണോ എന്ന് പോലീസിന് ഇപ്പോൾ നല്ല സംശയമുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വീണ്ടും ഉമേഷ് ബാലകൃഷ്ണൻ തത്സമയം ചേരുകയാണ്. ഉമേഷ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് ഉറപ്പിച്ചോ ഇതൊരു കൊലപാതകം തന്നെയാണെന്ന്? അത്തരമൊരു ഉറപ്പിലേക്ക് പോലീസ് പോയിട്ടില്ല. നിലവിൽ പ്രാഥമികമായ നിഗമനങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. പക്ഷെ അപ്പോഴും അത് പൂർണ്ണമായി ഇത്തരത്തിലൊരു ദുരൂഹതയുണ്ടെന്ന് പോലും പോലീസിന് പൂർണ്ണമായി ഉറപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ദേവേന്ദുവിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുകയാണ്. അതിനോട് തൊട്ട് സമീപത്താണ് നമ്മളുള്ളതും. ഇവിടെയാണ്, അതായത് ഇത് വീടിന് പിറകു ഭാഗമാണ്. ഈ വീട്ടിലാണ് ഈ കുടുംബം വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഈ വീട്ടിലേക്ക്, അതായത് ഇതിന്റെ പിറകു വാതിൽ, നമുക്ക് ഇപ്പോൾ വാതിൽ അടച്ചിട്ടൊക്കെയാണ്. ഈ പിറകു വാതിൽ കൂടി ഏകദേശം 4 സ്റ്റെപ്പ് ഇറങ്ങിയാൽ മാത്രമേ ഈ തറയിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതായത് 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് സ്വന്തം നിലയിൽ ഇറങ്ങി വരാൻ കഴിയാത്തത്ര നിലയിൽ അതിന് ഉയരമുണ്ട്. ആ ഉയരമുള്ള സ്റ്റെപ്പ് ഇറങ്ങി വേണം ഈ കിണറിന്റെ ഭാഗത്തേക്ക് പോകാൻ. കിണറിനും ഈ പറഞ്ഞതുപോലെ സംരക്ഷണ ഭിത്തിക്ക് ഈ ഉയരം കുറവാണെങ്കിലും ഒരു 2 വയസ്സുകാരിയുടെ ഉയരം നോക്കുമ്പോൾ സംരക്ഷണ ഭിത്തിക്ക് ആവശ്യമുള്ള ഉയരമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം നിലയിൽ വഴുതി കിണറ്റിലേക്ക് വീഴുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി ഇവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇനിയും വിശദാംശങ്ങളിലേക്ക് കടക്കാനാണ്. ചേട്ടാ ഇവിടെ പരിസരത്തുള്ളത് തന്നെയാണ്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. എന്താണ് ഇവിടെ ഏറ്റവും പ്രാഥമികമായി മനസ്സിലാക്കുക? കഴിഞ്ഞ ദിവസം വെളുപ്പിലെ 2 മണിയോടുകയാണ് കുട്ടിയെ കാണാതായത്. ഇതൊരു മരണാനന്തര ചടങ്ങ് നടക്കാൻ പോകുന്ന വീടാണ്. സ്വാഭാവികമായും അച്ഛൻ കഴിഞ്ഞ ദിവസമാണ് വന്നിട്ടുള്ളത്. അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം വെളുപ്പിലെ 2 മണിയോടെ ഈ കുഞ്ഞിനെ കാണാതാകുന്നു. അപ്പോൾ അമ്മ ടോയ്ലറ്റിൽ പോയപ്പോഴത്തേക്ക് കൊച്ചിനെ എടുത്ത് അച്ഛൻ്റെ അടുത്ത് കിടത്തിയെന്നാണ് പറയാൻ കഴിയുന്നത്. ഈ തൊട്ട് സമീപത്ത് തന്നെയാണ് റൂം അല്ലേ? തൊട്ട് സമീപത്ത് ഇത് വാടക വീടാണ്. ഇവർ കുറേ ദിവസമായി വാടക താമസിക്കുന്നവരാണ്. ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടുന്ന അഭിപ്രായം എന്ന് പറയുന്നത് ഒരു മാനസികമായ ചില വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ കുടുംബം തമ്മിൽ ഒരു പരസ്പരം ഒരു ചേർച്ചയില്ല. ഭർത്താവ് ഇന്നലെ രാത്രിയാണ് ഇവിടെ വീട്ടിൽ വന്നത്. ഈ ചടങ്ങിന് വേണ്ടി വന്നതാണ്. അപ്പോൾ വീട്ടിനകത്ത് ഈ വിളക്ക് ഇങ്ങനെ മണ്ണെണ്ണ വീണ് വിളക്ക് കത്തിയെന്ന അഭിപ്രായവും സ്വാഭാവികമായും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കുട്ടി കരയുന്നത് കേട്ടു എന്നൊക്കെ പറഞ്ഞു. കുട്ടിയുടെ അമ്മ കരയുന്നത് കേട്ടു എന്നാണ് പറയുന്നത്. ബാത്റൂമിലേക്ക് പോകുമ്പോഴേക്ക് കുട്ടി കരയുന്ന ശബ്ദം കേട്ടു. ബാത്റൂമിലിരുന്ന് ആ കുട്ടിയുടെ മുത്തശ്ശിയോട് വിളിച്ചു പറഞ്ഞു, അമ്മ കുട്ടി കരയുന്നു എന്ന് പറഞ്ഞു. പിന്നെ കുട്ടിയെ കരച്ചിൽ കേട്ടില്ല. അപ്പോൾ തുടക്കത്തിലെ പറയുന്നതിലെ പരസ്പര വൈജാത്യങ്ങളായ മറുപടികളാണ്. വീടിന് മുറിക്കകത്ത് തീ കത്തി എന്ന് പറയുന്നു. മുറിക്കകത്ത് കയറുമ്പോൾ മണ്ണെണ്ണയുടെ സ്മെല്ലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയിക്കാൻ പറ്റുന്നുണ്ട്. പോലീസാണ് DSP അദ്ദേഹമൊക്കെ എത്തി പരിശോധിക്കുമ്പോൾ കിണറിൽ നോക്കണമെന്ന് പറഞ്ഞു. ഫയർഫോഴ്സിനെ വരുത്തി കിണറിൽ നോക്കുമ്പോൾ കുട്ടിയുണ്ട്.
കുട്ടി എല്ലാം ഒരുക്കി പോലീസ് എത്തിയതിനു ശേഷം ഈ വീട്ടുകാർ അതുവരെ ഒരു കിണറ്റിലേക്കുള്ള പോകാനുള്ള സാധ്യതയൊന്നും വീട്ടുകാരും സംശയിച്ചിട്ടില്ല. പറയുന്നില്ല, ഒന്നും പറഞ്ഞു. ആരും എടുത്തുകൊണ്ട് പോയി എന്നുള്ള ഭാഗത്ത് തന്നെ അവർ പറയുന്നു എന്ന് പറയുന്നത്. 2.5 വയസ്സായ കുട്ടിയില്ല, ഒരു അറ്റംപ്റ്റ് തീർച്ചയായിട്ടും നടത്തില്ല. 2.5 രണ്ട് വയസ്സ് പുലർച്ചെ ഈ നമ്മുടെ ഈ ഭൂമിശാസ്ത്രം നോക്കിയാലും പുലർച്ചെ 2 മണിക്ക് പുറത്തുനിന്ന് ഒരാൾ ഈ വീടിന് പിറകിൽ വരാനുള്ള സാധ്യത കുറവല്ല. കോമ്പൗണ്ടുള്ള വീടാണ്. ഒരു കാരണവശാലും 2.5 വയസ്സുള്ള ഒരു കുട്ടി ഇത്തരം ഒരു വിഷയം ചെയ്യുമെന്ന് ആരും വിചാരിക്കുന്നില്ല. ഒറ്റയ്ക്ക് നടന്ന് ഈ രാത്രി ഒറ്റയ്ക്ക് നടന്നിറങ്ങി വരാനുള്ള ഹൈറ്റും കുറച്ച് കൂടുതലാണ് നമ്മൾ നോക്കുമ്പോൾ. കുറവാണ്. ഇതിനകത്ത് ദുരൂഹതയുണ്ട്. പോലീസ് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായും അറിയാൻ കഴിയും. അതായത് ഇവിടെ ഒരു 4 മണി കഴിഞ്ഞാൽ കോട്ടുകാൽക്കോണം ജംഗ്ഷനിൽ പുലർച്ചെ തൊട്ട് ആളുണ്ട്. റോഡിലേക്ക് എടുത്തുകൊണ്ടിറങ്ങിയാൽ പോലും തീർച്ചയായിട്ടും കറണ്ട്. അപ്പോൾ അവർ പറഞ്ഞതിൽ തന്നെ പരസ്പര ജാത്യമുണ്ട്. പിന്നെ പറഞ്ഞ് കൊച്ചിനെ എടുത്തുകൊണ്ട് ചാടിയതായിരിക്കാം. പുറത്തേക്ക് ചാടിയതായി അവർ കണ്ടു എന്ന് പറഞ്ഞു. അതിലെ മൂത്ത കുട്ടിയെ കൊണ്ട് ഒരു നിഴൽ കണ്ടു ആരോ നിൽക്കുന്നത് എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറയുന്നത്. അതിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഇവിടെ ഇത്തിരി നല്ല സാമ്പത്തിക ബാധ്യതയും വിഷയങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനി ഈ കുട്ടിയുടെ അമ്മ തന്നെ പറയുന്നു തല മുണ്ടനം ചെയ്തിട്ടുണ്ട്. അത് അവൾക്ക് ക്യാൻസർ വന്നതുകൊണ്ടാണ് മുണ്ടനം ചെയ്തതെന്ന് പറയുന്നു. പിന്നെ പറഞ്ഞത് അച്ഛന് ക്യാൻസർ മാറാൻ വേണ്ടി അവൾ നേർച്ച നടത്തിയതാണ്. തുടക്കത്തിലെ നാട്ടിലാണ് മരിച്ചത് അല്ലേ? ഈ കുട്ടിയുടെ മുത്തശ്ശൻ മരിച്ചത്. മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഒരു സംസാരത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. പോലീസ് വിശദമായി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് അറിയാൻ കഴിയും. ഇവർ പരസ്പര വിരുദ്ധമായി അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പോലീസ് എത്തിയതിന് ശേഷം പോലീസിന്റെ ഒരു നിർദ്ദേശമാണ് കിണറ്റിൽ വീണാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അല്ലേ? അതുവരെ അത്തരത്തിൽ ഈ പ്രദേശത്താണ് മുഴുവൻ അന്വേഷിച്ചിരുന്നത്. അതെ, നമ്മൾ ഈ ഭാഗമെല്ലാം അന്വേഷിച്ചു. ഫയർഫോഴ്സ് ഇവിടെ പോലീസ് വിളിച്ചു. അവർ വന്നു. ഒരു പ്രാഥമികമായ അന്വേഷണം തന്നെയാണ് ആദ്യം കിണറ്റിൽ പരിശോധിച്ചത്. പോലീസ് എത്തിയിട്ടാണ് അതിന് പോലീസ് എത്തിയിട്ട് പോലീസാണ് DSP അദ്ദേഹമാണ് കിണർ നോക്കണമെന്ന് പറഞ്ഞത്. അതുവരെ അവർ കിണറിന്റെ വിഷയം പറയുന്നേ ഇല്ല. വീട്ടുകാരും കിണറ്റിലേക്ക് നോക്കിയതുമില്ല. ഞങ്ങളോട് അങ്ങനെ പറയുന്നില്ല. ആരോ എടുത്തുകൊണ്ട് പോയി എന്നുള്ള ഭാഗത്ത് തന്നെയാണ് അവർ ഉറപ്പിച്ചതെന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെ പ്രാഥമികമായി നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ സ്റ്റെപ്പ് ഇറങ്ങി ഒരിക്കലും ഒരു കുട്ടി ഒറ്റയ്ക്ക് നടന്ന് അമ്മയുടെ പിറകെ പ്രത്യേകിച്ച് പുലർച്ചെ വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതല്ലേ? അങ്ങനെ സ്വാഭാവികമായി അങ്ങനെ വരാറില്ലല്ലോ. ഇത്രയും ദിവസം വന്നതായിട്ട് ആർക്കും അറിവില്ല. ഇന്നലെ മാത്രം അങ്ങനെ വരേണ്ട സാധ്യതയില്ലല്ലോ. സ്വാഭാവികമായ അതിന് സാധ്യത കുറവാണ്. ഈ മരണം നടന്ന വീടാണെങ്കിലും ഈ അച്ഛൻ, അതായത് കുട്ടിയുടെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ ചടങ്ങിന് വേണ്ടി മാത്രം വന്നതാണ്. കുട്ടിയുടെ അച്ഛൻ കഴിഞ്ഞ ദിവസമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. വീട്ടുകാരുടെ ചെറിയ ഈ കുട്ടിയുടെ അച്ഛൻ ഇവരുമായിട്ട് നല്ല ടൈംസിലല്ല, അകന്നാ നിൽക്കുന്നത്. പക്ഷെ ഇന്ന് 16 ചടങ്ങായതുകൊണ്ട് ഇന്നലെ അയാൾ വന്നു. അപ്പോൾ കുട്ടീൻ്റെ അടുത്ത് കിടന്നു എന്ന് ഒരിക്കൽ പറയും, അയാളുടെ അടുത്ത് കിടത്തിയെന്ന് പറയും, പിന്നെ സഹോദരൻ്റെ അടുത്ത് കിടത്തിയെന്ന് പറയും. ഇങ്ങനെ വ്യത്യസ്തമായിട്ടാണ് തുടക്കം മുതൽ പറഞ്ഞത്. എന്തായാലും SKN ഒരു പ്രാഥമികമായി ചില സംശയങ്ങളുണ്ട്, ചില ദുരൂഹതകളുണ്ട്. അതിനെ ഉത്തരം കണ്ടെത്തിയേ മതിയാകൂ. 2 വയസ്സുകാരിയുടെ ജീവനാണ് പോയിരിക്കുന്നത്. എന്തായാലും പോലീസ് വിശദമായി കൃത്യമായി പോലീസ് എത്തിയ ശേഷം കൃത്യമായ ഇടപെടൽ നടന്നിട്ടുണ്ട്. തുടർ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. SKN ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. 2 വയസ്സുകാരിയെ ബാലരാമപുരത്ത് കാണാതായി എന്ന ആദ്യ റിപ്പോർട്ട്. അത് കഴിഞ്ഞ് കുഞ്ഞ് കിണറ്റിൽ മരിച്ചു കിടക്കുന്നു എന്ന അടുത്ത റിപ്പോർട്ട്.